വിട്ടു നീ കരയേണ്ടതാ മെടക്കു പകരോ മളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സുമാന. കബറിൽ കിടക്കുമ്പോ കബറിന്റെ അകത്ത് പാമ്പുണ്ടാകും, സച്ചിൻ ഉണ്ടാകൂല. തേലുണ്ടാകും, മമ്മൂട്ടി ഉണ്ടാകൂല. എന്റെ പ്രിയപ്പെട്ടവരെ പുഴുക്കലുണ്ടാകും, നയൻതാര ഉണ്ടാകൂല. എല്ലാവരും പോകും, ആരും ഉണ്ടാകൂല. കബറിന്റെ അകത്ത് നീ ഒറ്റക്ക. ആ കബറിന്റെ അകത്ത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ കിടക്കുമ്പോ ആഷിഖ് ദാരിമിയും ഖത്തീബ് ഉസ്താദും ലൈവുകാരനും മൈക്ക് സെറ്റുകാരനും നിങ്ങളും എല്ലാവരും കമ്മിറ്റിക്കാരും എല്ലാവരും ചിന്തിക്കും, റബ്ബേ ഞാൻ പാല് കൊടുത്തു വളർത്തി എന്റെ മക്കള്, ഞാന് തോളത്ത് കയറ്റി വെച്ചുകൊണ്ട് നടന്ന എന്റെ മക്കൾ എന്റെ കബറിന്റെ ചാര വരുമെന്ന് നമ്മളൊക്കെ പ്രതീക്ഷിക്കും. പക്ഷേ അവര് വരൂല. പക്ഷേ നമ്മുടെ കബറിന്റെ അകത്ത് ഒരു പ്രകാശം. നമ്മൾ കബറിന്റെ അകത്ത് കിടക്കുമ്പോ KCBയുടെ ലൈറ്റ് ഇതുപോലെ ലൈറ്റ് കത്തിച്ചതുപോലെ നമ്മുടെ കബറിന്റെ അകത്ത് ഭയങ്കര പ്രകാശം. നമ്മുടെ തലയുടെ ഭാഗത്തു കൂടി വല്ലാത്ത പ്രകാശം, കൈയുടെ ഭാഗത്തു കൂടി വല്ലാത്ത പ്രകാശം, ഏണിന്റെ ഭാഗത്തു കൂടി വല്ലാത്ത പ്രകാശം, നമ്മുടെ മുട്ടിന്റെ ഭാഗത്തു കൂടി വല്ലാത്ത പ്രകാശം, നമ്മുടെ നെരിയാണിയുടെ ഭാഗത്തു കൂടി വല്ലാത്ത പ്രകാശം. നമ്മൾ അല്ലാഹുവോട് ചോദിക്കും, റബ്ബേ എന്റെ കബറിൽ ഇത്രയും പ്രകാശം വരാൻ കാരണം എന്താ റബ്ബേ? ഞാൻ പള്ളിയിലെ ഖത്തീബിനെ കളിയാക്കിയവനാ റബ്ബേ, പള്ളിയിലെ ഉറൂസിനെ കളിയാക്കിയവനാ റബ്ബേ, നബിദിനത്തിനെതിരെ നിന്നവനാ റബ്ബേ, ഇവിടെ ചീരണി കൊടുത്തപ്പോ അതിനെതിരെ നിന്നവനാ റബ്ബേ, നിസ്കരിക്കാതെ നടന്നവനാ റബ്ബേ, വാപ്പയുടെ ഉമ്മയുടെ പൊരുത്തമില്ലാതെ നടന്നവനാ റബ്ബേ. എന്റെ കബറിൽ പിന്നെ എന്താ പടച്ചവനെ KCB പോലും ഇങ്ങനെ ലൈറ്റ് കത്തിച്ചിട്ടുണ്ടാകില്ല റബ്ബേ. എന്റെ കബറിൽ ഇത്രയും പുഞ്ചിരി വരാനുള്ള കാരണം എന്ത്? പ്രകാശം വരാനുള്ള കാരണം എന്ത്? എന്റെ മക്കൾ പോലും എന്റെ കബറിന്റെ ചവിട്ടിൽ വരുന്നില്ല. ഇപ്പൊ ഞാന് ഈ ആലപ്പുഴ ജില്ലയിൽ മസ്ജിദുൽ ഇജാബ എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്. നീർക്കുന്നം SM കവല കഴിഞ്ഞാൽ അവിടെ ഒരു റോഡ് സൈഡിൽ ഒരു വലിയൊരു പള്ളിയുണ്ട്. അപ്പൊ അവിടെ എന്റെ വാപ്പയുടെ ജ്യേഷ്ഠന്റെ കബർ അവിടെ. അപ്പൊ ഞാൻ അവിടെ ഒരു ദിവസം സിയാറത്ത് ചെയ്യാൻ പോയപ്പോ എന്നോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഉസ്താദ് എന്റെ വാപ്പ മരിച്ചുപോയി, കബറിങ്ക വന്നിട്ട് ദുആ ചെയ്യുന്നു. എന്താ പറഞ്ഞാൽ എന്റെ വാപ്പ മരിച്ചുപോയി, കബറിങ്ക വന്നിട്ട് ദുആ ചെയ്യും. ഞാൻ പറയും എന്താ ഞാൻ വരാം. അവൻ എന്റെ കൈ പിടിച്ചോണ്ട് പോയിട്ട് ഒരു 5 മിനിറ്റ് ഇവന്റെ വാപ്പാന്റെ കബർ തപ്പുക. മറ്റേ ഗൂഗിൾ മാപ്പ് ഒക്കെ എടുത്തിട്ട് വേർ ഇസ് മൈ വാപ്പാസ് കബർ എന്ന് ഇങ്ങനെ ലൊക്കേഷൻ ഇട്ട് തപ്പേണ്ട അവസ്ഥ. ഞാൻ ചോദിച്ചടാ ചങ്ങാതി, നിന്റെ വാപ്പ മരിച്ചിട്ട് എത്ര കൊല്ലമായി? നിന്റെ വാപ്പ മരിച്ചിട്ട് എത്ര കൊല്ലം? ഉസ്താദ് 18 കൊല്ലം. എന്താ പറയുക? 18 കൊല്ലം. ഞാൻ ചോദിച്ചു, അവസാനമായി നിന്റെ വാപ്പാന്റെ കബറിന്റെ ചാര വന്നത് എപ്പോഴാ? ഓൻ പറയും, ഉസ്താദേ 8 കൊല്ലം മുമ്പ്. 8 കൊല്ലം മുമ്പ്. സുബ്ഹാനല്ലാഹ്. ഞാൻ ചോദിച്ചടാ ചങ്ങാതി, 8 കൊല്ലം മുമ്പ് വന്ന നീ എന്താ ഇന്ന് ഈ തന്തപ്പടിയുടെ കബറിന്റെ ചാര വരാൻ കാരണം എന്ന് ചോദിച്ചപ്പോ ഓൻ പറയും, ഉസ്താദേ ഞാൻ ഇന്ന് ഗൾഫിലേക്ക് പോവാ, ഞാനിന്ന് പ്രവാസിയാകാൻ പോവാ. എല്ലാ പ്രവാസിമാരും കബറിന്റെ ചാര വന്നിട്ട് അൽഫാത്തിഹ വിളിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ഉസ്താദേ എന്ന് പറഞ്ഞതുപോലെ ഞാൻ വന്നതാണെന്നൊരു നട്ടലില്ലാത്തൊരു ചെറുപ്പക്കാരൻ പറയുമ്പോ, ഓനെ എടാ ആര് വന്നില്ലെങ്കിലും നമ്മുടെ കബറിൽ ഒരാൾ വരും. ഇവിടെ ഒരു സ്റ്റീലിന്റെ ഒരു ബക്കറ്റ് നിങ്ങളുടെ മുമ്പിലൂടെ വന്നില്ലേ? അതിൽ പൈസ ഇട്ടവരുണ്ടാവും അല്ലേ? ഒരു ബക്കറ്റ് നിങ്ങളുടെ മുമ്പിലൂടെ വന്നപ്പോ പൈസ ഇട്ടവരുണ്ടാവും. ഉസ്താദേ ഇന്ന് നിങ്ങൾ ചോദിക്കണ പൈസ ഞങ്ങൾ തരാന്ന് പറഞ്ഞിട്ട് പോക്കറ്റിൽ ചോദിക്കും, ഉസ്താദേ ഞാൻ തരാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കണവരുണ്ടാവും. ഈ കാണുന്ന പള്ളി കെട്ടാൻ പൈസ കൊടുത്തവരുണ്ടാവും അല്ലേ? അപ്പുറത്ത് കാണുന്ന ഉസ്താദിന്റെ ആ കോട്ടേഴ്സ് ഉസ്താദിന്റെ കൊട്ടാരം പണിയാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തവരുണ്ടാവും. ഈ പരിപാടി നടത്താൻ വേണ്ടി പൈസ കൊടുത്തവരുണ്ടാവും അല്ലെ? ഇതിനൊക്കെ പൈസ ഇല്ലേ? പൈസ ഉണ്ട്. സദഖ കൊടുക്കുന്നവര്, ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ, സദഖ കൊടുക്കുന്നവരെ, സ്വർണം കൊടുക്കുന്നവരെ, അരി കൊടുക്കുന്നവരെ, മാംസം കൊടുക്കുന്നവരെ, അൽഹംദുലില്ലാഹ് പള്ളി കെട്ടാൻ പൈസ കൊടുക്കുന്നവരെ, അൽഹംദുലില്ലാഹ് നിന്റെ കബറിലുണ്ടല്ലോ ഒരു പ്രകാശമതാ കടന്നു വരികയാ. അതുകൊണ്ട് സദഖ കൊടുത്തോ ചെറുപ്പക്കാരാ, സദഖ കൊടുത്തോ പെങ്ങളെ. നിന്റെ കബറിന്റെ അകത്തേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു പ്രകാശം കടന്നു വരികയാ. നാദാ അതിനുള്ള സൗഭാഗ്യങ്ങള് തരണേ അല്ലാ. അവസാനത്തെ ചരിത്രമാണ് പറയുന്നത്, പിരിക്കാൻ വേണ്ടി പറയുന്ന ചരിത്രമല്ല. എന്നാലും എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, ഒരു രൂപയെങ്കിലും ബക്കറ്റിലിട്ടവരോട് പറയുകയാ, ആയിരങ്ങൾ കൊടുക്കുന്നവരോട് പറയുകയാ, ഈ മനോഹരമാകുന്ന ഗ്രാമമെന്ന് പറയുന്നത് ഒരുപാട് പാവങ്ങളുള്ള നാടാ. എന്നാലും ഉസ്താദ് പള്ളിക്ക് വേണ്ടിയല്ലേ ഞങ്ങൾ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വരുന്നവരോട് പറയുകയാ, ഒരു വേദനിപ്പിക്കുന്ന ചരിത്രമോ, വേദനിപ്പിക്കുന്ന ചരിത്രമോ.
സങ്കടമുള്ള ചരിത്രമാ. ഏതെന്നറിയോ? ഒരു യാചകനതാ കടന്നു വരികയാ, റസൂലുള്ളാഹിയുടെ മുമ്പിലേക്ക് കടന്നു വരികയാ. റസൂലുള്ളാഹിയോട് പറയുകയാ, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. നബിയേ, സലാമുണ്ട് നബിയേ. വിശക്കുന്നു നബിയേ, സങ്കടമാണ് നബിയേ. റസൂലുള്ളാഹി അതാ ആയിഷ ബീവിയുടെ മുഖത്തേക്ക് നോക്കുമ്പോ ആയിഷ ബീവി എന്നെ പ്രിയപ്പെട്ടവരെ പറയുകയാ, ഭക്ഷണമില്ല, ദാരിദ്ര്യമാ, പട്ടിണിയാ. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളുണ്ടല്ലോ, റസൂലാണല്ലോ, പ്രവാചകനാണല്ലോ. പടച്ചവനെ, റസൂലുള്ള പറയുകയാ, ആ കാണുന്ന വീടുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമയുടെ വീടാ. അവിടെ ചെന്നുകൊണ്ട് ഭക്ഷണം ചോദിച്ചാൽ ഫാത്തിമയതാ ഭക്ഷണമുണ്ടല്ലോ തരുന്നതാ. പടച്ചവനെ, യാചകരതാ കടന്നു ചെല്ലുകയാ ഫാത്തിമയുടെ വീടിന്റെ ഉള്ളറയിലേക്ക്. യാചകൻ എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു ചെല്ലുകയാ. അസ്സലാമു അലൈക്കും യാ ഫാത്തിമ. വിശക്കുന്നു ഫാത്തിമ. റസൂലുള്ള പറഞ്ഞിട്ട് വന്നതാണ് ഫാത്തിമ. ഫാത്തിമ ബീബി അകത്തേക്ക് കടന്നു ചെല്ലുകയാ. പടച്ചവനെ, അടുക്കളയിലേക്ക് കടന്നു ചെല്ലുകയാ. പടച്ചവനെ, പാത്രങ്ങൾ പരതുകയാ. കഴിക്കാൻ ഭക്ഷണമില്ല. ഫാത്തിമയുടെ വീടുണ്ടല്ലോ പട്ടിണിയില. ഫാത്തിമയതാ കരയുകയാ. ഫാത്തിമയുണ്ടല്ലോ, ഹസനും ഹുസൈനും ഉണ്ടല്ലോ, പുതച്ചിരിക്കുന്ന പുതപ്പുണ്ടല്ലോ, കൈകളിലേക്ക് എടുക്കുകയാ. യാചകന്റെ കൈകളിലേക്ക് കൊടുക്കുമ്പോ യാചകനതാ പറയുകയാ, പുതപ്പ് വേണ്ട ഫാത്തിമ, ഭക്ഷണം തരുമോ ഫാത്തിമ. ഫാത്തിമയതാ അകത്തേക്ക് കടന്നു ചെല്ലുകയാ. പടച്ചവനെ, അടുക്കളയിലേക്ക് കടന്നു ചെന്നിട്ട് മുസല്ല എന്റെ പ്രിയപ്പെട്ടവരെ വിരിക്കുകയാ. എന്നിട്ടതാ വുളൂ ചെയ്യുകയാ. എന്നിട്ടതാ സുജൂദിൽ കിടക്കുകയാ. പടച്ചവനോട് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യുകയാ. അല്ലാ, ഈ ഫാത്തിമയുണ്ടല്ലോ പാപമാണ് അല്ലോ, സാധുവാണ് അല്ലോ, ദോഷിയാണ് അല്ലോ, ദാരിദ്ര്യമാണ് അല്ലോ. ഈ ഫാത്തിമയുടെ വീടിന്റെ മുമ്പിലേക്ക് റസൂലുള്ള പറഞ്ഞു വിട്ടിട്ട് ഒരു യാചകനുണ്ടല്ലോ കടന്നു വന്നു. അല്ലോ, യാചകന് കൊടുക്കാൻ ഈ ഫാത്തിമയുടെ കയ്യില് ഭക്ഷണമില്ല. അല്ലോ, പരീക്ഷിക്കല്ല അല്ലോ, സഹിക്കുന്നില്ല അല്ലോ. ആ സമയത്ത് ഒരു അശരീരി കടന്നു വരികയാ. ആകാശത്ത് നിന്ന് ഒരു അശരീരി എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വരികയാ. അശരീരി കടന്നു വന്നിട്ട് ഫാത്തിമയോട് പറയുകയാ, എണ്ണീക്കടേ ഫാത്തിമ, കരയല്ലേ ഫാത്തിമ, സങ്കടപ്പെടല്ലേ ഫാത്തിമ, വിരഹിക്കല്ലേ ഫാത്തിമ, ദുഃഖിക്കല്ലേ ഫാത്തിമ, എണ്ണീക്കടേ ഫാത്തിമ. വസ്ത്രങ്ങൾ ശേഖരിച്ചിരിക്കുന്ന അലമാരയുണ്ടല്ലോ, അവിടത്തേക്ക് കടന്നു ചെന്നാൽ ഒരു പൊതിയുണ്ടല്ലോ ലഭിക്കുന്നതാ. ഫാത്തിമയതാ എണ്ണീക്കുകയാ. പടച്ചവനെ, കണ്ണു തുടക്കുകയാ. അലമാരയുടെ ചാരത്തതാ ചെല്ലുകയാ. വസ്ത്രങ്ങൾ ഇങ്ങനെ മാറ്റുമ്പോ ഒരു പൊതിയുണ്ടല്ലോ കൈകളിലേക്ക് ലഭിക്കുകയാ. പൊതി ഇങ്ങനെ തുറക്കുകയാ. ഫാത്തിമയതാ കരയുകയാ. സുബ്ഹാനല്ലാഹ്. ഫാത്തിമയതാ കരഞ്ഞുകൊണ്ട് പടച്ചവനോട് പറയുകയാ, അല്ലാ, പരീക്ഷിക്കല്ലേ റബ്ബേ, ഫാത്തിമ പാവമാണ് റബ്ബേ, ഫാത്തിമ സാധുവാണ് റബ്ബേ. എന്തെന്നറിയോ, ഒരു മുത്തിന്റെ മാലയുണ്ടല്ലോ കൈകളിലേക്ക് ലഭിക്കുകയാ. പടച്ചവരെ, ഫാത്തിമയുണ്ടല്ലോ യാചകന്റെ കയ്യിൽ കൊടുക്കുകയാ. യാചകനതോ സന്തോഷിക്കുകയാ. ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്,
റസൂലുള്ളാഹിയുടെ ചാരത്തേക്കുണ്ടല്ലോ യാചകനുണ്ടല്ലോ ഓടുകയാ. റസൂലുള്ളാഹിയോട് പറയുകയാ, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. നബിയേ സലാമുണ്ട് നബിയേ. റസൂലുള്ളാഹി സലാം അടക്കുകയാ. റസൂലുള്ളാഹി ചോദിക്കുകയാ, എന്റെ പൊന്നുമോള് ഫാത്തിമയുണ്ടല്ലോ, കഴിക്കാൻ ഭക്ഷണം തന്നോ, കുടിക്കാൻ വെള്ളം തന്നോ, കഴിക്കാൻ പഴങ്ങൾ തന്നോ? യാചകനതാ പറയുകയാ, ഇല്ല നബിയേ, തന്നില്ല നബിയേ, തന്നില്ല റസൂലേ. അങ്ങയുടെ പൊന്നുമോള് ഫാത്തിമയുണ്ടല്ലോ, എനിക്ക് ഭക്ഷണം തന്നില്ല, എനിക്കൊരു മാല തന്നു നബിയേ. ഈ മാല തരുമ്പോ അങ്ങയുടെ പൊന്നുമോള് ഫാത്തിമയുണ്ടല്ലോ കരഞ്ഞു നബിയേ, സങ്കടമാണ് നബിയേ. റസൂലുള്ളാഹി ചോദിക്കുകയാ, മാലയൊന്ന് കയ്യിലേക്ക് തരുമോ? പടച്ചവനെ, മാലയതാ കയ്യിൽ കൊടുക്കുമ്പോ റസൂലുള്ളാഹി മാല ഇങ്ങനെ ചേർത്തു പിടിക്കുകയാ. റസൂലുള്ളാഹി മാലയിലേക്ക് ചുംബിക്കുകയാ. റസൂലുള്ളാഹി കരയുകയാ. റസൂലുള്ളാഹി ഏങ്ങലടിക്കുകയാ. റസൂലുള്ളാഹിയുടെ കണ്ണിൽ നിന്ന് ദ്വാരധാരയായി റസൂലുള്ളാഹിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരുണ്ടല്ലോ വീഴുമ്പോ സഹാബത്ത് ചോദിക്കുകയാ, എന്തിനാണ് നബിയേ കരയുന്നത്, എന്തിനാണ് നബിയേ? റസൂലുള്ളാഹി പറയുകയാ, ഈ മാല ആരുടെതെന്നറിയോ? ഇതെന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മാലയാ, എന്റെ ഖദീജയുടെ മാലയാ. എന്റെ ഖദീജ അതാ വിട പറയാൻ സമയമായപ്പോ എന്റെ പൊന്നുമോള് ഫാത്തിമയുണ്ടല്ലോ വിളിക്കുകയാ. ഫാത്തിമയോട് ഖദീജ ബീവി പറയുകയാ, മോളെ, ഉമ്മിച്ചയുടെ കയ്യിൽ തരാൻ വേറെയൊന്നുമില്ല, ഉമ്മിച്ചാക്ക് ഒരുപാട് സമ്പത്ത് അല്ലാഹു തന്നല്ലോ, അതെല്ലാം ദീനിനു വേണ്ടി കൊടുത്തു ഫാത്തിമ. ഉമ്മയുടെ കയ്യില് അവസാനമായി തരാനുള്ളത് ഈ മാല മാത്രമാണ്, മാല മാത്രമാ. ആ മാലയുണ്ടല്ലോ ഖദീജ ബീവിയുണ്ടല്ലോ ഫാത്തിമ ബീവിയുടെ കഴുത്തിലേക്ക് ഇട്ടുകൊടുക്കുമ്പോ പടച്ചവരെ, ഒരു യാചകം എന്ന് ചോദിക്കുമ്പോ ഊരിക്കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ എന്തിനാണ് പറഞ്ഞതെന്നറിയോ? എന്തിനാണ് പറഞ്ഞതെന്നറിയോ? സദഖ കൊടുക്കാനോ മടിക്കുന്നവരെ, വയലിന്റെ സദസ്സിനെ എതിർക്കുന്നവരെ, ചോറ് കൊടുക്കുന്നതിനെ എതിർക്കുന്നവരെ, മൗലിദിന്റെ സദസ്സിനെ എതിർക്കുന്നവരെ, റസൂലുള്ളാഹിയുടെ പൊന്നുമോള് പട്ടിണി കിടന്നിട്ടുണ്ട്, അലിയാരിതങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ട്. അലിയാരിതങ്ങൾ പുല്ല് വിറ്റിട്ട് തിരിച്ചതാ വീട്ടിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവേ, അലിയാരിതങ്ങൾ കരഞ്ഞുകൊണ്ട് ഫാത്തിമയോട് ചോദിക്കുകയാ, ഫാത്തിമ വിശക്കുന്നു ഫാത്തിമ. ഫാത്തിമ ബീവി കരഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട പ്രിയതമനോട് പറയുകയാ, അലിയേ, ദാരിദ്ര്യമാ, പട്ടിണിയാ, കഴിക്കാൻ ഭക്ഷണമില്ല. ഒരിക്കലതാ റസൂലുള്ളാഹിയുണ്ടല്ലോ പ്രിയപ്പെട്ട മകളാകുന്ന ഫാത്തിമയുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഹസനും ഹുസൈനും അതാ കരയുകയാ. പടച്ചവനെ കരയുകയാ. റസൂലുള്ളാഹിയുടെ മുഖം എങ്ങനെ ചുവക്കുകയാ. പടച്ചവനെ വിശന്നുകൊണ്ടാണല്ലോ കരയുന്നത്. റസൂലുള്ളാഹി ദേഷ്യപ്പെട്ടുകൊണ്ട് വിളിക്കുകയാ, ഫാത്തിമ അരികിലേക്ക് കടന്നു വരിക, അരികിലേക്ക് കടന്നു വരിക. ഫാത്തിമ ബീവി കടന്നു വരുമ്പോ റസൂലുള്ളാഹി കരഞ്ഞുകൊണ്ട് ഫാത്തിമയോട് ചൂടാകുകയാ, ഫാത്തിമ, എന്റെ പ്രിയപ്പെട്ട ഹസനും ഹുസൈനും മുലപ്പാല് കൊടുത്തില്ലേ? ആ സമയത്തുണ്ടല്ലോ ഫാത്തിമ ബീവി കരഞ്ഞുകൊണ്ട് പറയുന്നു, വാപ്പാ, അങ്ങയുടെ പൊന്ന വാപ്പാ, ചോരയാണ് വരുന്നത് വാപ്പാ. ആ സമയത്ത് പോലും ഊരിക്കൊടുക്കാത്ത മാലയുണ്ടല്ലോ. ഒരു യാചകം വന്ന് കൈ നീട്ടിയപ്പോ കൊടുത്തെന്നെ പ്രിയപ്പെട്ടവരെ ചരിത്രങ്ങൾ പറയുമ്പോ ഒരു വാപ്പായും ഉമ്മായും ഖബറിൽ വരൂല, ഒരു പിതാവും ഖബറിൽ വരൂല, ഒരു കമ്മിറ്റിയും ഖബറിൽ വരൂല, ഒരു ഖതീബും ഖബറിൽ വരൂല, ഒരു വഅലന്മാരും ഖബറിൽ
കബറിൽ വരൂല, ഒരു മക്കളും കബറിൽ വരൂല. കബറിൽ വരുന്നതാരാ? സദക്ക മാത്രമാണെന്ന് പറയുമ്പോ നാദാ ഇവിടെ സദക്ക കൊടുത്ത സാധുക്കളെ അല്ലാ കബൂലാക്കണേ അല്ലാ, ഈമാൻ കൊടുക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ, കിടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാ, ദാരിദ്ര്യം കൊടുക്കല്ല അല്ലാ, ഈമാൻ കൊടുക്കണേ അല്ലാ, കീറി മുറിക്കുന്ന രോഗങ്ങള്, വൈറസുകള്, കടങ്ങള് സലാമത്ത് കൊടുക്കണേ അല്ലാ. അതുകൊണ്ട് വാപ്പയും ഉമ്മയും നമ്മുടെ കബറിലില്ല. ഉമ്മ, വാപ്പ, ഉസ്താദന്മാര്, നാട്ടുകാര്, കമ്മറ്റിക്കാർ, ആരും, ഖതീബ്, ഞാനും ആരും കബറിൽ ഉണ്ടാകൂല. പക്ഷേ നമ്മുടെ കബറിന്റെ അകത്ത് വരുന്ന ഒരേ ഒരാൾ അത് സദക്കയാണെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലാത്ത സമയത്ത് കൊടുക്കുന്ന സദക്കയ്ക്ക് വലിയ പവറാ. ഇപ്പോ യൂസുഫ് അലിക്ക് ഒരുപാട് കോടിക്കണക്കാன സ്വത്തിന്റെ ആസ്തിയുണ്ട്, ഇല്ലേ? ഉണ്ട്. യൂസുഫ് അലി നമ്മുടെ പള്ളിക്കാർ ചോദിക്കുക ഒരു 10 ലക്ഷം തരണം, മൂപ്പർക്ക് നമ്മുടെ പോക്കറ്റിൽ നിന്നും 10 രൂപ എടുത്തു കൊടുക്കണത് പോലെ അതിൽ കാര്യമില്ല. പക്ഷേ 1000 രൂപ പോക്കറ്റ് ഇരിക്കുന്നവരുടെ എന്നിട്ട് ചോദിക്കുക ഒരു 500 രൂപ പള്ളി കൊടുത്തൂടെ? ആ കൊടുക്കുന്നതിൽ ബറക്കത്തുണ്ട്. ഇല്ലാത്ത സമയത്ത് കൊടുക്കണ സദക്കയ്ക്ക് ബറക്കത്തുണ്ട്. അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു, ആരെങ്കിലും ഒരാൾ പടച്ചവന്റെ തൃപ്തി നേടിയാൽ, റബ്ബിന്റെ തൃപ്തി നേടിയാൽ അവർ മരിക്കുമ്പോ എങ്ങനെ മരിക്കും? പുഞ്ചിരിച്ചു കൊണ്ട് മരിക്കും. ആരെങ്കിലും ഒരാൾ എന്റെ പ്രിയപ്പെട്ടവരെ ദുആ ചെയ്താൽ അവർ മരിക്കുമ്പോ എങ്ങനെ മരിക്കും? അൽഹംദുലില്ലാ, എന്റെ പ്രിയപ്പെട്ടവരെ പുഞ്ചിരിച്ചു കൊണ്ട് മരിക്കും. 3 ആരെങ്കിലും ഒരാൾ പിതാവിന്റെ പൊരുത്തം വാങ്ങിച്ചാൽ അവരെന്റെ പ്രിയപ്പെട്ടവരെ പുഞ്ചിരിച്ചു കൊണ്ട് മരിക്കും. 4 ആരെങ്കിലും ഒരാൾ മാതാവിന്റെ പൊരുത്തം വാങ്ങിച്ചാൽ അവരെന്റെ പ്രിയപ്പെട്ടവരെ അൽഹംദുലില്ലാ പുഞ്ചിരിച്ചു കൊണ്ട് മരിക്കും. ഇനി ഇവരാരും നമ്മുടെ കബറിൽ വന്നില്ലെങ്കിലും വരുന്ന ഒരാളുണ്ടെങ്കിൽ സദക്ക എന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഒരുപാടൊന്നും ചോദിക്കണില്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാവരും മരിക്കും. ഇന്നത്തെ രാത്രി എങ്ങാനും ഞാനും നിങ്ങളും വിട പറഞ്ഞു പോയാൽ, നമ്മുടെ കബറിന്റെ അകത്ത് എന്തുണ്ട്? അല്ലെ, ഞാൻ ചോദിക്കട്ടെ, ഈ ഭാര്യമാര് മരിച്ചവരുണ്ടെങ്കിൽ കൈവയ്ക്കുക. ഭാര്യമാര് മരിച്ചവർ ഒരാളെ ഉള്ളൂ. മരിക്കാൻ ദ്വാ ചെയ്യാനല്ലോ കേട്ടോ പറഞ്ഞ. ഭാര്യമാര് മരിച്ചവരുണ്ട് ഒരാൾ. അല്ലാഹു ഖബർ വിശാലമാക്കട്ടെ. ഭർത്താക്കന്മാര് മരിച്ചവരുണ്ടെങ്കിൽ കൈവയ്ക്കുക. 1 2 3 4 അല്ലാഹു ഖബർ വിശാലമാക്കട്ടെ. നഷ്ടവാ അല്ലേ വാപ്പ? ഭാര്യ നഷ്ടപ്പെട്ടാൽ അത് നഷ്ടവാ. ഞാന് കോഴിക്കോട് ചാലിയത്ത് പഠിക്കുമ്പോൾ എനിക്ക് ഭക്ഷണം തന്നൊരു ഉമ്മയുണ്ട്, ഇന്ന് ഖബറില്ല. അല്ലാഹു വിശാലമാക്കട്ടെ, അല്ലാഹു സ്വർഗ്ഗം കൊടുക്കട്ടെ. അല്ലാഹു ഈ പറഞ്ഞ വഅദിന്റെ പരിപൂർണ്ണ പ്രതിഫലം ആ ഉമ്മയുടെ ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. ഞാൻ എന്തിനാ പറയണമെന്നറിയ? ഉമ്മയുടെ സംഭവം. ആ ഉമ്മക്കൊരു അസുഖം ഇല്ലായിരുന്നു, ഒന്ന് ചെറുതായിട്ടൊന്ന് തെന്നി വീണു. ഉമ്മയുടെ തല, എന്റെ പ്രിയപ്പെട്ടവരെ, ബ്ലഡ് ക്ലോട്ടായിട്ട് ആ ഉമ്മ എന്റെ പ്രിയപ്പെട്ടവർ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. ഞാന് ആ ഉമ്മയുടെ പ്രിയപ്പെട്ട മക്കള് വെന്റിലേറ്ററിന്റെ അകത്ത് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ, ആശിഖ് ഉസ്താദേ, ഉമ്മിച്ച മരിക്കുമെന്ന ഉസ്താദ് ഡോക്ടർമാര് പറയണേ. ഞാൻ ആ ഡോക്ടറിന്റെ അടുത്ത് എന്നിട്ട് ഞാൻ ചോദിച്ചു, വെന്റിലേറ്ററിൽ ഡ്യൂട്ടിയിലുള്ള ഡോക്ടറിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു, പൈസ എത്രയും മുടക്കാൻ മക്കള് ഞങ്ങളൊക്കെ തയ്യാറാ, ആ ഉമ്മയെ ഞങ്ങൾക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞപ്പോ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഉസ്താദേ, നിങ്ങളൊരു പണ്ഡിതനാ, നിങ്ങളോട് ഞാൻ പറയാം, ആ ഉമ്മിച്ച ഒരു 10 മിനിറ്റും കൂടി മാത്രമേ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടാകൂ. ഉമ്മ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും അവസാനമായി പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ ആ ഉമ്മയുടെ ചാരത്ത് ചെന്ന് പ്രാർത്ഥിക്കാം. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഉമ്മയുടെ ചാരത്ത് ചെന്നു. എനിക്ക് വസ്ത്രം അലക്കി തന്ന ഉമ്മ, എനിക്ക് ഭക്ഷണം വിളമ്പി തന്ന ഉമ്മ, എന്നെ മോനെ എന്ന് വിളിച്ചിട്ട് എനിക്ക് ഭക്ഷണം വിളമ്പി തന്ന ഉമ്മ, എന്റെ പ്രിയപ്പെട്ടവരെ, ആ വെന്റിലേറ്ററിന്റെ അകത്ത് കിടക്കുക. ആ വെന്റിലേറ്ററിൽ ഇങ്ങനെ ഡിജിറ്റൽ ബോർഡിൽ 100 90 80 70 60 50 40 30 20 10 എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ ഉമ്മയുടെ ജീവൻ ഇങ്ങനെ കുറയുന്നത് ഞാനിങ്ങനെ കണ്ടോണ്ടിരിക്കുക. അവസാനം 0 എന്ന് പറഞ്ഞ് ഇങ്ങനെ അടിക്കുമ്പോ ആ പ്രിയപ്പെട്ട ആ ഹോസ്പിറ്റലിന്റെ അകത്തുള്ള ഡോക്ടർ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഈ ഉമ്മ മരിച്ചിരിക്കുന്നു, ഈ ഉമ്മയുടെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഈ മയ്യത്തൊന്ന് കാണിക്കണം. ഈ ഉമ്മയുടെ പ്രായമുള്ള 70 വയസ്സുള്ള ഭർത്താവിനെ ഈ മയ്യത്തൊന്ന് കാണിക്കണം. സുബ്ഹാനല്ലാഹ്. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരെ വെന്റിലേറ്ററിൽ നിന്ന് പുറത്തിറങ്ങി ഉപ്പയുടെ കൈ പിടിച്ചു. ഞാൻ ആ ഉപ്പയോട് പറഞ്ഞു, നമുക്ക് ഉമ്മയെ അവസാനമായിട്ടൊന്ന് കാണണം. സുബ്ഹാനല്ലാഹ്.
ആ പിതാവ് വല്ലാത്ത പ്രതീക്ഷയോടുകൂടി എന്റെ കൂടെ കടന്നു വന്നു. ആ മക്കളുടെ മുഖം കണ്ടപ്പോ വാപ്പാക്ക് മനസ്സിലായി ഉമ്മ വിട പറഞ്ഞു. ആ പ്രിയപ്പെട്ട പിതാവ് കരഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ എനിക്ക് എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖം കാണണ്ട ഉസ്താദേ, അവൾ എന്നെ വിട്ടുപോയി, സഹിക്കാൻ കഴിയണില്ല. ഞാൻ പറഞ്ഞു, ഇല്ല വാപ്പ കാണണം. ആ വാപ്പയുടെ കൈ പിടിച്ചിട്ട് വെന്റിലേറ്ററിന്റെ അകത്ത് കൊണ്ടുചെന്നു. ആ ഉമ്മയുടെ ചാരത്തി വാപ്പ ഒരു നേഴ്സറി കുട്ടി എങ്ങനാണോ കരയുന്നത് എന്ന് പറഞ്ഞതുപോലെ കരയാ. അവസാനം വാപ്പ ഇങ്ങനെ കരഞ്ഞ് 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 ഇങ്ങനെ അവശരായപ്പോ ആ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ വാപ്പയെ പുറത്തിറക്കണം, മയ്യത്ത് പൊതിയണം, മയ്യത്ത് പൊതിയണം. ഞാൻ ആ വാപ്പയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, വാപ്പ നമുക്ക് വീട്ടിൽ പോകാം, മയ്യത്ത് വീട്ടിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോ, ഉസ്താദേ എനിക്ക് എന്റെ ഭാര്യയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഉസ്താദേ എനിക്ക് എന്റെ പ്രിയപ്പെട്ട പ്രിയതമയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, എനിക്ക് അനുവാദം തരണം. ഞാൻ ആ പ്രിയപ്പെട്ട പിതാവിന്റെ കൈവിട്ടപ്പോ ആ പ്രിയപ്പെട്ട പിതാവ് ഭാര്യയുടെ ചെവിട്ടിൽ ചെന്നിട്ട് പറയാ, മോളെ നീ എന്റെ കൂടെ ഇത്ര കൊല്ലം ജീവിച്ചു, നീ എന്റെ കൂടെ ഇത്ര കൊല്ലം ജീവിച്ചു. സന്തോഷത്തിലും സങ്കടത്തിലും വേദനയിലും പ്രയാസത്തിലും എന്റെ കടങ്ങളിലും എന്റെ നല്ല കാലത്തും ഒക്കെ നീ എന്റെ കൂടെ ജീവിച്ചു. എനിക്ക് 6 മക്കളെ നീ തന്നു. എനിക്ക് നിന്റെ ജീവിതത്തിൽ എനിക്ക് പൊരുത്തം മാത്രമേ ഉള്ളൂ. നീ എന്നെ വിട്ടുപോകുന്നത് എനിക്ക് സങ്കടമാണ്, നീ എന്നെ വിട്ടുപോകുന്നത് എനിക്ക് നൊമ്പരമാ, നീ എന്നെ വിട്ടുപോകുന്നതിൽ എനിക്ക് പ്രയാസമാ, എനിക്കത് സഹിക്കാൻ കഴിയൂല. നാളെ മുതൽ എനിക്ക് എങ്ങനെ ജീവിക്കണമെന്നറിയില്ല. ഇൻഷാ അല്ലാഹ് നാളെ സ്വർഗത്തിൽ എനിക്ക് നിന്നെ വേണം, നമുക്ക് ഒരുമിക്കണമെന്ന് പറഞ്ഞിട്ട് ആ ഉമ്മയുടെ നെറ്റിത്തടത്തിൽ ആ പാവപ്പെട്ട പിതാവ് മുത്തം കൊടുത്തു. എന്നിട്ട് ഉമ്മയോട് പറഞ്ഞു, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് കവിൾ തടത്തിൽ മുത്തം കൊടുത്തിട്ട് ആ പാവപ്പെട്ട പിതാവ് എന്റെ കൈ പിടിച്ചിട്ട് വെന്റിലേറ്ററിൽ നിന്ന് ഇറങ്ങി. ഇന്നും എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ചാരിയത്തെ പള്ളിക്കാട്ടിൽ ചെന്നാൽ കാണാൻ കഴിയും 5 വഖത്ത് നിസ്കാരത്തിന് ശേഷവും ആ പ്രിയപ്പെട്ട പിതാവാവ ഉമ്മയുടെ കബറിന്റെ ഭാര്യയുടെ കബറിന്റെ ചാറ് നിന്നിട്ട് കരയുന്നത്. മോനെ എല്ലാവരും അങ്ങനെ വരണമെന്നില്ല, എല്ലാ ഭർത്താക്കന്മാരും അങ്ങനെ വരണമെന്നില്ല, എല്ലാ ഭാര്യമാരും നമ്മൾ ഓർക്കണമെന്നില്ല. അല്ല, ഈ ഭാര്യ മരിച്ചിട്ട് പിറ്റേ ദിവസം തന്നെ പെണ്ണ് കെട്ടാൻ നടക്കണ ചില ചങ്ങാതിമാരുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. മോനെ നഷ്ടപ്പെടുമ്പോൾ അതിന്റെ വേദന അറിയും. ഞാൻ പറയുന്നു, ഭർത്താവും ഭാര്യ ഒന്നും നമ്മുടെ കബറിൽ വരൂല. കബറിന്റെ അകത്ത് വരുന്ന ഒരാളുണ്ടെങ്കിൽ അത് സദക്ക മാത്രമാണെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്താദേ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇതിന്റെ ചെലവിൽ വേറെ ഒന്നിനല്ല, വേറെ ഒരു പിരിവും വേണ്ടെന്നാ പറഞ്ഞു. ഉസ്താദേ ഇതിന്റെ ചെലവിലേക്ക് ഇൻഷാ അല്ലാഹ് ഉസ്താദിന്റെ പൈസ എപ്പോഴാ വേണ്ട, എന്റെ പൈസ എപ്പോഴാ വേണ്ട പൈസ അങ്ങനെ 1 മാസം കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഉസ്താദേ 1000 രൂപ ഉസ്താദേ. ഞങ്ങൾ ഒരുപാട് പൈസ ഒന്നും വേണമെന്ന് ഇവർ തന്നെ പറഞ്ഞു, ഞങ്ങളുടെ പൈസ ബാലൻസ് ഉസ്താദ് എന്ന് പറയണേ. ഉസ്താദേ 1000 രൂപ ഉസ്താദേ എന്റെ വക ഞാൻ കൊടുക്കാം എന്നാദ്യമായി പറയുന്നവരാണ്. ഉസ്താദേ അൽഹംദുലില്ലാഹ്. 1 2 പേരെന്തൊക്കെ? ജലാലക്ക. 3 മറ്റേ ആള് പേരാണ് നസീർ, ജലാല്, ഇനിണ്ടപ്പ 4 അവിടെ തൊപ്പി. നമ്മുടെ സെക്രട്ടറി പേരെന്താ? ഷിജു അല്ല, ഷിജു എന്നല്ലേ? പേരെന്തൊക്കെ? പേര് പറഞ്ഞു. ബദറുദ്ദീൻ. അല്ലാഹുവേ സ്വീകരിക്കല്ലാ. അപ്പുറയിലൊരു നീല ജലീൽ. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. സുറുല്ലരിഹൽ മുസ്തഫ വാസിദ് ഇഖാമത ബിഹി സുർത ഹമീം സാവിയൻ അൽ ഖൽബിക സിൽസാലിസാൽ. പടച്ചവനെ പേരറിയം നമന്നിയാണ് നാദാ. കൈപൊക്കിയ 1000 രൂപ തരാമെന്ന് പറഞ്ഞ സഹോദരങ്ങളാണ്. റബ്ബേ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്, ഈമാൻ കൊടുക്കണേ അല്ലാഹ്, അദബ് കൊടുക്കണേ അല്ലാഹ്, തഖ്വ കൊടുക്കണേ അല്ലാഹ്, ക്യാൻസർ കൊടുക്കല്ലേ അല്ലാഹ്, ബ്രെയിൻ ട്യൂമർ കൊടുക്കല്ലേ അല്ലാഹ്, മൈഗ്രെയിൻ കൊടുക്കല്ലേ അല്ലാഹ്, കാലവിപത്തുകൾ കൊടുക്കല്ലേ അല്ലാഹ്, മക്കൾക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ മൺമറഞ്ഞു പോയ കുടുംബാദികളുടെ മണ്ണറോ മണിയറയാക്കണേ അല്ലാഹ്. സ്വർഗത്തിന്റെ ഭക്ഷണങ്ങൾ കൊടുക്കണേ അല്ലാഹ്, സ്വർഗത്തിന്റെ പാനീയങ്ങൾ കൊടുക്കണേ അല്ലാഹ്, ഈമാൻ കൊടുക്കണേ അല്ലാഹ്, ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. മദീന കാണാതെ മക്ക കാണാതെ മരിപ്പിക്കല്ലേ റബ്ബേ. ദുആക്ക് ഇജാബത്ത് തരണേ അല്ലാഹ്, ദുആക്ക് ഇജാബത്ത് തരണേ അല്ലാഹ്, റാഹത്തിലാക്കണേ അല്ലാഹ്.
ഒരു സഹോദരൻ മരണപ്പെട്ടു പോയ ഉമ്മാക്കും മാമാക്കും കുടുംബാദികൾക്കും വേണ്ടിയിട്ട് 3313 അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്, ഖബൂലാക്കണേ അല്ലാഹ്. റബ്ബന റബ്ബഹു ലം യഅരിഫൻ വലം യറൂബ റബീബഹു ലാകിൻ അലൽ ഖൗമ ബിൽ ആറാഇറാൽ. നാദാ സ്വീകരിക്കണേ അല്ലാഹ്, ഖബൂലാക്കണേ അല്ലാഹ്. മൺമറഞ്ഞു പോയ കുടുംബാദികളുടെ ഖബറിലേക്കാണ് ബദരീങ്ങളുടെ കാവല് കൊടുക്കണേ അല്ലാഹ്, മലക്കുകളുടെ പൊരുത്തം കൊടുക്കണേ അല്ലാഹ്, സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്, ജന്നാത്തുൽ ഫിർദൗസ് കൊടുക്കണേ അല്ലാഹ്, സ്വർഗ്ഗത്തിന്റെ പരിമളങ്ങൾ കൊടുക്കണേ അല്ലാഹ്, സിറാത്ത് പാലം അല്ലാഹ് ഇടിമിന്നൽ വേഗതയിൽ കടത്തണേ അല്ലാഹ്. പടച്ചവനെ നരകം ഹറാമാക്കണേ അല്ലാഹ്. ബിസിനസ്സിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്, ഭാര്യയിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്, കച്ചവടത്തിന് ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്, മക്കളിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്, ഈമാൻ കൊടുക്കണേ അല്ലാഹ്, ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. മദീന കാണാതെ മക്ക കാണാതെ മരിപ്പിക്കല്ലേ റബ്ബേ, ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞാന് പെടലി വേദന അങ്ങോട്ട് തിരിയാത്ത മൈക്കിന് തിരിക്കാൻ അവിടെ ചെല്ലോനെ. ഒരു സഹോദരി എത്ര ഒരാള് മാത്രം തന്നാ പോരാ, എല്ലാവരും 1000 തന്നാൽ തന്നെ ഒരു 10-15 രൂപ കിട്ടും ഇൻഷാ അല്ലാഹ്. കഴിയുന്നവർ ഒരു മാസത്തിനുള്ളിൽ ഉസ്താദെ മച്ചാന്റെ പോക്കറ്റിൽ നിന്ന് അടിച്ചു മാറ്റിനാലും കുഴപ്പമില്ല, ഹലാലാവും ഇൻഷാ അല്ലാഹ്. ഒരു സഹോദരി മരണപ്പെട്ടു പോയ മകന്റെ ഖബർ വിശാലമാകാൻ വേണ്ടിട്ട് 1000 രൂപ. ഒന്ന് ഇനി ആരപ്പ വേറൊരു സഹോദരി 1000. മരണപ്പെട്ട ഭർത്താവിന് വേണ്ടിട്ട് ഒരു സഹോദരി 1000. ഇനി ആരപ്പ ഞാൻ പറഞ്ഞു ഒളിപ്പിച്ചു വെക്കണ പൈസ ഒന്നും ഖബർ കൊണ്ടുപോകില്ല, പക്ഷെ അത് ഇവിടെ കൊടുത്താൽ ഇൻഷാ അല്ലാഹ് ഉണ്ടാവും. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്, റാഹത്തിലാക്കണേ അല്ലാഹ്. ഉള്ളവരല്ല റബ്ബേ, പാവങ്ങളാണ് റബ്ബേ, സ്വീകരിക്കണേ അല്ലാഹ്. 2 സഹോദരിമാർ ഭർത്താവിന് വേണ്ടിയാണ്, മരണപ്പെട്ട മകന് വേണ്ടിയാണ്. നാദാ ഖബർ വിശാലമാക്കണേ അല്ലാഹ്, സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്. ഉസ്താദേ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ, ഉസ്താദേ എന്റെ ഭർത്താവ് വിട പറഞ്ഞു പോയി ഉസ്താദേ, സഹിക്കുന്നില്ല ഉസ്താദേ, അയാള് ഖബറിൽ ഒറ്റയ്ക്കാണല്ലോ ഉസ്താദേ. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, എന്റെ പ്രിയപ്പെട്ട ഉക്ക ഒറ്റയ്ക്കാണ് ഉസ്താദേ ഖബറില് എന്ന് പറഞ്ഞുകൊണ്ട് 1000 തന്ന സഹോദരിയാണ് ഉസ്താദേ. എന്റെ പൊന്നുമോന് മുത്തം കൊടുത്ത് കൊതി തീർന്നില്ല ഉസ്താദേ, എന്റെ പൊന്നുമോന് ഖബറിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് 1000 തന്ന ഉമ്മയാണ് റബ്ബേ. അവർക്ക് സ്വർഗ്ഗമല്ലാതെ വേറൊന്നും കൊടുക്കല്ലേ അല്ലാഹ്, അവർക്ക് ജന്നാത്തുൽ ഫിർദൗസ് കൊടുക്കണേ അല്ലാഹ്, റാഹത്തിലാക്കണേ അല്ലാഹ്. ഇവിടെ പൊക്ക 1000 രൂപ ഇൻഷാ അല്ലാഹ് ഒരു മാസത്തിനുള്ളിൽ കൊടുത്താൽ മതി ഇൻഷാ അല്ലാഹ്. മരണപ്പെട്ട സഹോദരനും കുടുംബാദികൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഒരു സഹോദരി 1113 രൂപ. ഒരു സഹോദരി മരണപ്പെട്ട് ഭർത്താവിന് ദുആ ചെയ്യാൻ എത്രക്ക റിയാസ് മരണപ്പെട്ട് വാപ്പാക്ക് ദുആ വേണ്ടി 1000 രൂപ. മോൻ അഡ്മിഷനും മരണപ്പെട്ട കുടുംബാദികൾക്ക് വേണ്ടി 1000 രൂപ. പിന്നെ ഇതൊക്കെ എഴുതുന്നുണ്ടോ? ഉറപ്പാണേ. ഒരു പിതാവ് 1313 മകളുടെ അസുഖം മാറാം. ദുആ ചെയ്യാം. ഒരു സഹോദരി മരണപ്പെട്ട ഉമ്മാക്കും വാപ്പാക്കും വേണ്ടിയിട്ട് 1000 രൂപ. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്. ഒരു പിതാവ് ഒരുപാട് സഹോദരിമാർ ഉസ്താദേ സ്വതക്ക കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. നാദാ
പടച്ചവനെ സാധുവായ പിതാവ് ഒരു മകളുടെ രോഗം മാറാൻ 1313 ഉസ്താദേ അല്ലാ റാഹത്തിലാക്കണേ അല്ലാ മണ്ണറ മണിയറയാക്കണേ അല്ലാ സ്വർഗമല്ലാതെ വേറൊന്നും കൊടുക്കല്ലേ അല്ലാ കുടുംബാദികളെ ഭാര്യയെ ഭർത്താവിനെ മക്കളെ പിതാക്കന്മാരെ ഉമ്മമാരെ കുടുംബാദികളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കണേ അല്ലാ മദീന കാണാതെ മക്ക കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ സ്വീകരിക്കണേ അല്ലാ മരണപ്പെട്ട മാതാപിതാക്കളെ ഖബർ 1300 ഇവിടെ നമ്മൾ 1000 ചോദിച്ചപ്പോൾ 313 കയറ്റി വെക്കുന്നുണ്ട്. കാരണം 1500 ചോദിച്ചെങ്കിൽ 2313 ആയിരുന്നു. ഇൻഷാ അല്ലാഹ് ഒരു സഹോദരി മാതാപിതാക്കൾ ദുആ ചെയ്യാൻ 1000 രൂപ. ഇത് ഓർമ്മയിൽ മാത്രമേ ഉള്ളൂ. ഒരു സ്ഥലത്ത് ഇതുപോലെ വഴുത് നടത്താൻ പോയി. അപ്പൊ അവിടുത്തെ ആൾക്കാരൊക്കെ ഒരു പേര് പറയാത്തൊരു സഹോദരൻ 5000. അപ്പോൾ എഴുതാൻ നടന്ന വോളണ്ടിയർ എന്തെന്നറിയോ, പേര് പറയാത്ത സഹോദരൻ 5000 രൂപ. അപ്പോ കമ്മിറ്റിയിൽ മീറ്റിംഗ് കൂടി സെക്രട്ടറി ചോദിച്ചടാ പേര് പറ പൈസ എന്ന് പറഞ്ഞ പേര് പറ. അപ്പോഴും ഒരു എണ്ണീച്ചിട്ട് പറഞ്ഞു പേര് പറയാത്തൊരു സഹോദരൻ 5000. അഡ്രസ് എന്താടാ, അത് പേര് പറയാത്ത സഹോദരൻ. അങ്ങനെ ആകരുത്, കാരണം നഷ്ടം നിങ്ങൾക്ക്. ഒരു സഹോദരി മരണപ്പെട്ട മാതാപിതാക്കൾ ശരീരസുഖത്തിൽ സഹോദരിയുടെ ശരീരസുഖത്തിന് എത്ര 1000 രൂപ. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. മൺമറഞ്ഞു പോയ കുടുംബാദികളുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. റബ്ബേ പടച്ചവനെ അസുഖങ്ങളുള്ളവരുണ്ട് റബ്ബേ, രോഗങ്ങൾക്ക് ശമനം കൊടുക്കണേ അല്ലാ. ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ദീർഘായുസ് കൊടുക്കണേ അല്ലാ. കുടുംബത്തിന് ബറക്കത്ത് കൊടുക്കണേ അല്ലാ. മദീനയും മക്കയും കാണാതെ മരിപ്പിക്ക അല്ലാ. പള്ളിക്ക് ക്യാമറയും അനുബന്ധ 5 ക്യാമറ എന്ന സഹോദരൻ നിസാമുദ്ദീൻ ഫർഹാൻ ഭായ്. ഇവിടെ ഒരു വട്ടം കള്ളം കയറാതിരിക്കാൻ വേണ്ടി പള്ളി കമ്മിറ്റിക്കാരുടെ ഏകദേശം 3 ലക്ഷം പള്ളിയുടെ മുകളിൽ ഷീറ്റിട്ടു തരുന്ന ഷാനിലെയും കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യും. മരുമോന് വേണ്ടിയിട്ട് 1313 രൂപ. മരണപ്പെട്ടുപോയ ഭാര്യയ്ക്കും വേണ്ടിയിട്ട് അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ ഖബർ വിശാലമാക്കണേ അല്ലാ. പടച്ചവനെ സാധുവായ പിതാവാണ്, ഭാര്യയ്ക്ക് വേണ്ടിയാണ് റബ്ബേ. അവരെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കണേ അല്ലാ. പ്രിയപ്പെട്ട ഭർത്താവ് കൊടുത്ത സദഖ കണ്ടുകൊണ്ട് ഖബറിൽ കിടന്നുകൊണ്ട് സന്തോഷിക്കാൻ അവസ്ഥ കൊടുക്കണേ അല്ലാ. അവസ്ഥ കൊടുക്കണേ അല്ലാ. നാദാ പ്രിയപ്പെട്ട മരുമകന്റെ ജീവിതത്തില് പടച്ചവനെ അസുഖങ്ങളില് ശമനം കൊടുക്കണേ അല്ലാ. നിസാമുദ്ദീൻ എന്ന് പറയുന്ന സഹോദരൻ പള്ളിക്ക് വേണ്ടി ക്യാമറ തന്നവനാണ് റബ്ബേ. അവന് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. മൺമറഞ്ഞു പോയ കുടുംബാദികളുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. പടച്ചവനെ പള്ളിക്ക് വേണ്ടി ഷീറ്റിട്ട് തരാൻ 3 ലക്ഷം രൂപയോളം തന്ന സഹോദരനാണ് ഷാരില എന്ന് പറയുന്ന കുടുംബത്തില് ബറക്കത്ത് കൊടുക്കണേ അല്ലാ. റാഹത്ത് കൊടുക്കണേ അല്ലാ. സന്തോഷം കൊടുക്കണേ അല്ലാ. ഐശ്വര്യം കൊടുക്കണേ അല്ലാ. ഈമാൻ കൊടുക്കണേ അല്ലാ. സ്വർഗം കൊടുക്കണേ അല്ലാ. ദാരിദ്ര്യം കൊടുക്കല്ലേ അല്ലാ. ആഖിറത്ത് നന്നാക്കണേ അല്ലാ. പട്ടിണി കൊടുക്കല്ലേ അല്ലാ. പടച്ചവനെ മദീനയും മക്കയും കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഒരു സഹോദരി കുടുംബത്തിൽ നിന്ന് മൺമറഞ്ഞവർക്ക് വേണ്ടി 1 രൂപ. അല്ലാഹുവേ മൺമറഞ്ഞു പോയവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. സ്വർഗം കൊടുക്കണേ അല്ലാ. റാഹത്തിലാക്കണേ അല്ലാ. മണ്ണറ മണിയറയാക്കണേ അല്ലാ. അല്ലാഹു
സ്വീകരിക്കട്ടെ. ഉണ്ടെങ്കിൽ പെട്ടെന്ന് കൊടുക്കണം. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് പിരിയണം. ആ പുറകിലിരിക്കണവര് ഒന്ന് കയറിയിരിക്കും ദുആ ചെയ്യാൻ. പുറകിലിരിക്കണവര് മക്കളെ കയറിയിരുന്നോ, ചിലപ്പോൾ പുറകിൽ നിന്നായിരിക്കും ഇസ്രായേൽ പറഞ്ഞേ. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു റാഹത്തിലേക്ക് അനുഗ്രഹിക്കുമാർ. ആ പുറത്ത് പിരിക്കാനും എഴുതാനും നിൽക്കുന്ന മലക്കുകളൊക്കെ ഒന്ന് കയറിയിരിക്കപ്പാ. ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു റാഹത്തിലേക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. ഖബറിന്റെ ചവിട്ടി പോയിട്ട് അവിടെ പള്ളിയുടെ അവിടെ ഇരിക്കണവര് അവിടെ ഇവിടെ ഇരിക്കണ സ്വീകരിക്കട്ടെ. ഞാൻ പറഞ്ഞു പൈസ കിട്ടാൻ ഒരു ദിക്ർ പറഞ്ഞുതരാന്ന് പറഞ്ഞു. പൈസ കിട്ടാൻ ഒരു ദിക്ർ തരാമെന്ന് പറഞ്ഞു. പിന്നെ രോഗങ്ങളില്ലാതിരിക്കാനും ഒരു ദിക്റുണ്ട്. തഴവ ഉസ്താദ് കേട്ടിക്കണം. കേറി അതേ മാസം പുതിയ ഉസ്താദിന്റെ സന്തോഷം നോക്കിയാൽ നിക്കാഹുണ്ടാവും. അള്ളാഹു സ്വീകരിക്കട്ടെ. ആഷിഖ് എന്റെ പേരാ. അപ്പോൾ എൻ്റെ കുടുംബജീവിതത്തിൽ മിക്കവാറും ബർക്കത്തായിരിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. എടാ കയറിയിരുന്നോ ഇൻഷാ അല്ലാഹ്. ഇനി എന്താ നിക്കണേ? കയറി ഇരുന്നു തീർന്നു. 5 മിനിറ്റ് ഇൻഷാ അല്ലാഹ്. ചിലപ്പോൾ ചെവിയൊക്കെ അടിച്ചു പോയിട്ടുണ്ട്. അമ്മ മൈക്ക് സെറ്റ് ഞാൻ പേടിയായിരുന്നു. കാരണം വേറെ ഒന്നല്ല, കാരണം ഒന്ന് എന്നെക്കാട്ടി പൊക്കോണ്ട് സ്റ്റാൻഡിൽ, അതാണ് ഇന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കട്ടെ. ആ മൈക്കിന്റെ സഹോദരങ്ങൾ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. അപ്പോ സമ്പത്തിൽ ബർക്കത്ത് അല്ലേ? എല്ലാവർക്കും ആഗ്രഹമാണ് യൂസുഫ് അലി ആകണം, യൂസുഫ് അലി ആണെന്ന് അല്ലേ? യൂസുഫ് അലി ആണെന്ന് എല്ലാവർക്കും ആഗ്രഹം. ഇപ്പൊ അമിനാത്ത ചിന്തിക്കണം, എന്താ ഉസ്താദ് എന്റെ ഭർത്താവ് ഗൾഫിലാ, ഇപ്പൊ ഒരു 30,000 റുപ്യൊക്കെ മാസം അയച്ചു തരും, ഒരു 15,000 കൂടെ കൂട്ടിയാൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ പൈസയിൽ ബർക്കത്ത് വേണമെങ്കിൽ തഴവ ഉസ്താദ് സ്വന്തം ഭാര്യയ്ക്ക് ഒരു കത്തെഴുതി. എന്താ തഴവ ഉസ്താദ് സ്വന്തം ഭാര്യയ്ക്ക് ഒരു കത്തെഴുതി. ഇപ്പൊ ഞാനല്ല ഉസ്താദെ, നിങ്ങൾ വൈഫിന് വാട്സാപ്പിൽ മെസ്സേജ് അയക്കും, നിങ്ങളൊക്കെ അയക്കൂലേ വാട്സാപ്പിൽ മെസ്സേജ് അയക്കൂലേ? എല്ലാവരും അയക്കും. അതെങ്ങാനും പള്ളിയുടെ മഹലിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അറിയാതെ ഷെയർ ആയി പോലെ എങ്ങനെ ഉണ്ടാവും? നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റും? ഇല്ല, ഇത് ലൈവ്. എന്നാലും ഞാൻ പറയാം, ഞാനൊരു പള്ളിയിൽ ആകെ 2 പള്ളിയിലെ ജോലി ചെയ്തിട്ടുണ്ട്. ഒരു പള്ളിയിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് അവിടുത്തെ പള്ളിയുടെ സെക്രട്ടറി ഭാര്യയ്ക്ക് ഒരു മെസ്സേജ് അയച്ചു. മെസ്സേജ് മാറിപ്പോയി വന്നത് പള്ളിയുടെ മഹലിന്റെ ഗ്രൂപ്പിലാണ്. ഗ്രഹിക്കുമാറാവട്ടെ. എന്നിട്ട് ഡിലീറ്റ് ഫോർ മീ അടിച്ചു, എവരി ഒന്നും അടിച്ചില്ല. ഡിലീറ്റ് ഫോർ മീ അടിച്ചു, എവരി ഒന്നും അടിച്ചില്ല. അപ്പോ ഭാര്യയ്ക്ക് കത്തെഴുതാറുണ്ട് അല്ലെ, മെസ്സേജ് അയക്കാറുണ്ട്. തഴവ ഉസ്താദ് സ്വന്തം ഭാര്യയ്ക്ക് ഒരു കത്തെഴുതി, സ്വന്തം ഭാര്യയ്ക്ക് ഒരു കത്തെഴുതി. ആ കത്തിന് തഴവ ഉസ്താദ് 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ആ കത്ത് വൈറലായി. കത്ത് നാട്ടിന് മൊത്തം പാട്ടായി. തഴവ ഉസ്താദ് സ്വന്തം ഭാര്യയ്ക്ക് എഴുതിയ കത്തെന്ന് പറഞ്ഞിട്ട് മൊത്തം പാട്ടായി. കാരണം എന്തേ? ഉപകാരപ്പെടുന്ന 2 അറിവ് അതില് തഴവ ഉസ്താദ് പറയുന്നുണ്ട്. ചിലപ്പോ ഉസ്താദന്മാരൊക്കെ നിങ്ങൾക്ക് പല ഉസ്താദന്മാരെ നിങ്ങൾക്ക് വാലിന്റെ അവസാനം തഴവ ഉസ്താദിന്റെ ബൈത്തില്ലാതെ നമുക്ക് വാല് നിർത്താൻ പറ്റില്ല. എന്താ തഴവ ഉസ്താദ് സ്വന്തം ഭാര്യയ്ക്ക് എഴുതിയ കത്തേതാ? കത്തെഴുതിട്ടില്ലേ? ഉണ്ടോന്നോ? കത്ത് ഏതാ? കത്തേതാ? ജീവിതം എപ്പോഴും അതിനൊരു ശക്കുമില്ലൊരിക്കലും ചിട്ട തെറ്റിപ്പോവരുതേ, അലസതയാലൊഴിക്കരുതേ, ചോറ് കളയരുതേ, വിളമ്പി നിലത്തു പൊഴിയരുതേ, 1 മണി അരിക്കു പെരിയവൻ കൊടുത്ത പദവിയും മഹത്വമേറിയതാ, ശിഫയതും മുഴുക്കയാക്കിയതാ. ചൊല്ല് ലാ ഹൗല, ചൊല്ല് ലാ ഹൗല, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ജീവിതം എപ്പോഴും സ്റ്റൈലാ, ജീവിതം എപ്പോഴും സ്റ്റൈലാ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് പറയുന്ന ദിക്ർ ചൊല്ലിയാൽ ജീവിതം എപ്പോഴും സ്റ്റൈലാ. അതിനൊരു ശക്കുമില്ലൊരിക്കലും ചിട്ട, അതിനൊരു ശക്കുമില്ല, ഒരു ശക്കുമില്ല. ശക്കെന്ന് പറഞ്ഞ സംശയം, അതിനൊരു ശക്കുമില്ല. അതിനൊരു ശക്കുമില്ലൊരിക്കലും ചിട്ട തെറ്റിപ്പോവരുതേ, ചിട്ട തെറ്റിപ്പോകാൻ പാടില്ല. ഒരു ദിവസം 313 ചെല്ലിയാൽ പിറ്റേ ദിവസം എത്രയല്ലേ? 312 ചെല്ലണ്ടേ? അല്ല, 313 തന്നെ ചെല്ലണം. അലസതയാലൊഴിക്കരുതേ, നിങ്ങളുടെ ക്ഷീണം കാരണം, ജോലി തിരക്ക് മൂലം നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങളുടെ അലസത കാരണം ആ ദിക്ർ നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ല. ഇനി ചില ആളുകൾ ഒരു നാളെ തന്നെ പള്ളിയിൽ നിന്ന് ഒരു 313 തസ്ബീഹ് മാല അടിച്ചോണ്ട് പള്ളിയിൽ ഉസ്താദ് എഴുതുന്നുണ്ട്. ഉസ്താദെ ഒരു 313 തസ്ബീഹ് മാല. ഉസ്താദ് തസ്ബീഹ് മാല കൊടുക്കും. ചെങ്ങാതി സുബഹി നിസ്കരിക്കും. എന്നിട്ട് വീട്ടിലിരുന്നിട്ട് 313 ലാ ഹൗല ചൊല്ലിയിട്ട് മാറിക്കിടന്ന് ഉറങ്ങും. ആമിനാത്ത വന്നിട്ട് ചോദിക്കും, മച്ചാ പണിക്ക് പോണില്ലേ? അപ്പൊ മച്ച പറയും, ആമിന ഇന്നലെ വന്ന ഒച്ചയിട്ട പൊക്കം
തങ്ങൾ പറഞ്ഞു ഉസ്താദ് വന്നിട്ട് പറഞ്ഞായിരുന്നല്ലോ ലാ ഹൗല ചൊല്ലിയാൽ പൈസ കിട്ടും. അപ്പൊ ഞങ്ങൾ ലാ ഹൗല ചൊല്ലിയിട്ടുണ്ട്, ഇനി പണിക്കൊന്നും പോകുന്നില്ല, ഞങ്ങൾ ഉറങ്ങുവാണെന്ന് പറഞ്ഞാൽ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം ചൊല്ലും വേണം, പണിക്കും പോകണം. അപ്പൊ എന്തുണ്ടാകും? പൈസ ഉണ്ടാകും. എന്നിട്ട് പറയാ ചോറ് കളയരുതേ, വിളമ്പി നിലത്തു പൊഴിയരുതേ. ചോറ് നിങ്ങൾ കളയാൻ പാടില്ല. എന്താ ചോറ് നിങ്ങൾ കളയരുത്, വിളമ്പി നിലത്ത് നിങ്ങൾ കളയാൻ പാടില്ല. അപ്പൊ ഉസ്താദേ പൊറോട്ട കളയാലോ ഉസ്താദേ, ചോറല്ലേ കളയാൻ പാടില്ലാത്ത? അതല്ലപ്പ, ഭക്ഷണങ്ങളൊന്നും കളയാൻ പാടില്ല. ചോറ് കളയരുതേ, വിളമ്പി നിലത്തു പൊഴിയരുതേ. ഒരു മണി അരിക്കുപ്പെരിയവൻ കൊടുത്ത പദവിയും മഹത്വം നൽകട്ടെ. സൂറത്തിൽ അല്ലെ ജോലി പോലെ സൂറത്തുൽ കൗസർ അറിയില്ലേ? ഓതാൻ പറ്റുന്നവർ ഓതുക. ഏതാ സൂറത്ത്? ഏതാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. ഈ സൂറത്ത് ആരെങ്കിലും ഒരാൾ കിടക്കുന്നതിന് മുമ്പ് ഓതിയിട്ട് കിടന്നാൽ റസൂലുള്ള മരിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു ദിവസം എന്ത് ചെയ്യും? കിനാവിൽ വരും. എല്ലാ ദിവസവും ഓതണം. ഇനി ഞാൻ പറയുന്നു, ബിസിനസ്സിൽ ബർക്കത്ത് കിട്ടാൻ ഒരു സൂറത്ത് പറഞ്ഞു തരാന്ന് പറഞ്ഞു. ബിസിനസ്സിൽ ബർക്കത്ത് കിട്ടാൻ ഭാര്യമാര് ഭർത്താക്കന്മാര് കട തുറക്കാൻ പോകുമ്പോ അടിച്ചിട്ട് പറഞ്ഞ കാളക്കടിക്കാൻ അടിച്ചിട്ട് പറഞ്ഞ ഓദിക്ക. ഏതാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വശംസി വളുഹാഹാ വൽഖമരി ഇദാ തലാഹാ വന്നഹാരി ഇദാ ജല്ലാഹാ വല്ലൈലി ഇദാ യഅശാഹാ വസ്സമാഇ വമാ ബനാഹാ വൽഅർളി വമാ തഹാഹാ വനഫ്സി വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ ഖദ് അഫ്ലഹ മൻ സക്കാഹാ. ഈ സൂറത്ത് ആരെങ്കിലും വരാൻ കട തുറക്കുന്നതിന് മുമ്പ് മുഴുവനും ഓതിയിട്ട് എന്ത് ചെയ്യണം? ഷട്ടർ തുറക്ക, കച്ചവടം തുടങ്ങുക, പൈസ വാങ്ങുക, ഷട്ടർ എടുക്കുക, പോവുക. അല്ലാഹു ഈമാൻ നൽകട്ടെ. അപ്പൊ ഏതോതണം? അശംസി വളുഹാഹാ ഓതൂല്ലേ? ഇനി കൈവേദന, കാലുവേദന, മുട്ടുവേദനയൊക്കെയുള്ളവർ ഈ സൂറത്ത് ഓതണ്ടേ? ഏതോതണ്ടേ? സൂറത്തുൽ ദുഹാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. ഈ സൂറത്ത് മുഴുവൻ എന്ത് ചെയ്യണം? കിടക്കുന്നതിന് മുമ്പ് കയ്യിൽ ഊതിയിട്ട് എന്ത് ചെയ്യണം? ശരീരത്ത് മുഴുവൻ തടവിയിട്ട് ശരീരത്ത് മുഴുവൻ തടവിയിട്ട് എന്ത് ചെയ്യണം? ഇൻഷാ അല്ലാഹ് കിടന്നുറങ്ങിയാൽ നമ്മുടെ കൈവേദന, കാലുവേദന, മുട്ടുവേദന മാറുമെന്ന് പണ്ഡിതന്മാര് പറയുന്നു. ഇനി വീട്ടിൽ ബറക്കത്തുണ്ടാകാൻ എന്താ? വീട്ടിൽ ബറക്കത്തുണ്ടാകാൻ ഏതാ? വീട്ടിൽ കയറുമ്പോൾ സൂറത്ത് ഏതാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. വീട്ടിൽ കയറുമ്പോ ബറക്കത്തുണ്ടെന്ന. പിന്നെ കണ്ണേറ് മാറാൻ എല്ലാവരും പരാതി ഉസ്താദെ, കണ്ണേറ് ഈ സിഹിർ ചെയ്യുന്ന ചില ആളുകളുണ്ട്. എന്നോട് ഒരു സാധുവായ സഹോദരൻ, പടച്ചവനെ അല്ലാഹുവേ നീ മാറ്റി കൊടുക്കണേ റബ്ബേ, ഒരു സാധുവായ സഹോദരൻ കരഞ്ഞിട്ട് പറയും ഉസ്താദെ, ഏതെങ്കിലും ഒരു വഅലിന്റെ സദസ്സിൽ സിഹിറിനെ പറ്റി പറയണ ഉസ്താദെ, സിഹിർ ചെയ്യുന്നവന്റെ ശിക്ഷയെ പറ്റി പറയണ ഉസ്താദെ. സാധു പറയും ഉസ്താദെ, എനിക്ക് ഒരുപാട് നിഅമത്ത് അല്ലാഹു തന്നു ഉസ്താദെ, എന്റെ കച്ചവടത്തിൽ അല്ലാഹു ബറക്കത്ത് തന്നു ഉസ്താദെ, പക്ഷേ എനിക്കെതിരെ ആരോ സിഹിർ ചെയ്തു ഉസ്താദെ, ഞാനിപ്പോ ഏറുവാടിയിലും നാഗൂരുമായിട്ട് നടക്കും ഉസ്താദെ. സാധു കരഞ്ഞിട്ട് പറയാ, കടത്തിലായി ഉസ്താദെ. ഒരു സാധു പറയാ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, സിഹിറിനെ തൊട്ട് അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, സിഹിർ ചെയ്യുന്നവർക്ക് അത് തിരിച്ച് അല്ലാഹു കൊടുക്കുമാറാവട്ടെ. അല്ലാഹു എല്ലാവിധ ഇടങ്ങേറുകളെ തൊട്ട് അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഈ സിഹിർ ഏക്കാതിരിക്കാൻ എന്താ ചെയ്യണ്ടേ? എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ടവരെ 7 സൂറത്തുൽ ഫാത്തിഹ 7 തവണ ഓതണം. എന്നിട്ട് ആയത്തുൽ കുർസി 7 തവണ ഓതണം. എന്നിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക് സൂറത്ത്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന് പറയുന്ന 3 സൂറത്തുകൾ എന്ത് ചെയ്യണം? 3 പ്രാവശ്യം ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും കിടന്നാൽ അല്ലാഹു കണ്ണേറിനെ തൊട്ട് അല്ലാഹു കാത്തിരക്ഷിക്കും, സിഹിറിനെ തൊട്ട് അല്ലാഹു